ഗൈസ്, വെൽക്കം ടു അമ്മൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പുൽക്കൂട് ഈ നിൽക്കുന്ന പുൽക്കൂട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. പുൽക്കൂട് തുടച്ച് ക്ലീനാക്കി നമ്മളിത് പുൽക്കൂട് ക്ലീനാക്കി ഇതിനകത്ത് ഉണ്ണിച്ചനെ മാറാനൊക്കെ നിൽക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ തുടയ്ക്കണം. മൊത്തം ചുക്കിലിയും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് തുണി എടുക്കാം. ഇതായിരിക്കും തുണി. അപ്പോൾ നമ്മുടെ വീഡിയോസ് അത്രയ്ക്കും ഇതൊന്നും അല്ല, എന്നാലും നമ്മൾ സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ വീഡിയോസൊക്കെ. ഓക്കെ, അപ്പോൾ ഒത്തിരി സംവിധാനങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നിലത്തും ഇതിലൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തുടച്ച് കാണിക്കാവേ. ക്യാമറ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് തുടയ്ക്കാം. മൊത്തം ചുക്കിലാണ്. എനിക്കറിയത്തില്ല. ഈ സൈക്കിളല്ലേ, ഈ സൈക്കിൾ ഒരു ചക്കനെ ഇടിച്ചതാ. ഒരു ചക്കൻ പള്ളിയിൽ പഠിക്കുന്നത്. ഞാനൊരു ചക്കനെ ചവിട്ടാൻ കൊടുത്തേക്കും. അമ്മച്ചി പറഞ്ഞ സൈക്കിൾ മേടിച്ചു കഴിഞ്ഞാൽ ചവിട്ടാൻ ചോദിക്കുന്നവർക്ക് കൊടുക്കണമെന്ന് ഞാൻ കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ പപ്പയും അനിയനും കോൺവെർസേഷൻ ആയതുകൊണ്ട് നമുക്ക് നല്ല പബ്ലിക്കല്ല, നല്ല രസമായിട്ടുള്ള സ്ഥലത്ത് പോവാം. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ വേറെ സ്ഥലത്ത് ഒന്ന് ഷൂട്ട് ചെയ്യണം. കാരണം അവിടെ പപ്പ അവനും കോൺവെർസേഷൻ ആയിരുന്നു. അവിടെ എനിക്ക് ശരിയല്ലെന്ന് തോന്നി. അപ്പം നമുക്ക് വേറെ സ്ഥലത്ത് കിട്ടി. പിന്നെ ഞങ്ങളുടെ പഴയ എന്തോന്ന് പശുവിനെ വളർത്തുന്ന സ്ഥാനമായിരുന്നു. അതിനകത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ചീത്ത സാധനമൊക്കെ ഇടുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ പോകാൻ. പിന്നെ ആയിട്ട് നമുക്ക് ഇതൊക്കെ തുടച്ച് ക്ലീനാക്കാം. മൊത്തം ഡസ്റ്റാണ്. ചെറിയ സൗണ്ട് കാണും, കാരണം അമ്മ കിച്ചൺ ഇവിടെ ഉണ്ട്. ഇവിടെ മതിൽ കിച്ചണാണ്. അപ്പോൾ അവിടെ ഒരു വിൻഡോ ഉണ്ട്. അതിൽ കൂടെ അമ്മയുടെ ശബ്ദം കേൾക്കും കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ആകുന്നേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് നമ്മൾ തുടങ്ങിയതേ ഉള്ളല്ലോ വീഡിയോസൊക്കെ. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസാണ് ഇപ്പോൾ ഇടുന്നുള്ളൂ. പയ്യെ കൂടുതലായിട്ട് വരും. നമുക്കിനി തുടച്ച് ക്ലീൻ ആക്കാൻ കുറച്ച് ടാസ്ക്കാണ്, കാരണം മൊത്തം ഡസ്റ്റാണ്. പള്ളി കഴിഞ്ഞ് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സാധനം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. സെറ്റ് ഇത് 5 വർഷമായിരുന്നു. 5 വർഷമല്ല, 3 വർഷമായിട്ടോ. നമ്മളിത് ക്ലീനപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഉണ്ണീഷോയും സാധനങ്ങളെല്ലാം വയ്ക്കണം. പക്ഷെ കച്ചി നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് കച്ചിയുണ്ട്, കാരണം കഴിഞ്ഞ വർഷത്തെ കച്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടെ അകത്തിടുന്നുണ്ട്. പുറത്ത് പിന്നെ വേറെ കിട്ടുമ്പോൾ പുറത്തിടാം എന്ന് വിചാരിക്കുന്നു. അവിടെ കുറച്ച് ഡിസ്റ്റർബൻസ് ആവും, കാരണം ഇപ്പം ആരും ഫ്രീ അല്ല. അല്ലെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പപ്പയാണെങ്കിലും ഇങ്ങോട്ടും സ്കൂട്ടറൊക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങോട്ട് ആരും ഫ്രീ അല്ല. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇരുന്നോടെ തന്നെ ഫോണും കുറച്ച് സൗണ്ട് ഇതുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്കിന്നെ തൂക്കിട്ടെ.
ഹൈല ഹൈല എന്നെ പോയി മടുത്തു കൈസാക്കിയത്. ഇതിനെ എങ്ങനെ ഹൈല ഹൈലസ ഹൈല. അപ്പം ഞാൻ ഇതൊക്കെ ഇവിടെ കൊണ്ട് വെക്കട്ടെ, ഞാൻ വെച്ചിട്ട് വരാം. ഹലോ, നമ്മളിവിടെ വന്നു. എന്താ ഇവിടെ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ തുണിയൊക്കെ കിടപ്പുണ്ട്. ഇവിടെ പുൽക്കൂട് ഓക്കെ, നമ്മളിത് ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഉണ്ണീഷോയിനെയൊക്കെ നമുക്ക് ഉണ്ണീഷോനെയും ശില്പങ്ങളെല്ലാം അങ്ങോട്ട് വെക്കണം. എനിക്കിത് എടുക്കാൻ പറ്റത്തില്ല, ഒരു കയ്യിൽ ഫോൺ അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ താഴെ അടി പൊട്ടിയിരിക്കണം. ഒരു പ്രാവശ്യം എൻ്റെ വീണു. അപ്പം നമുക്ക് ക്യാമറ ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ പോയി എടുത്തിട്ടും കൂടി വരാം. ഞാൻ പിന്നെ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പപ്പ എന്തോ കാര്യത്തിന് വിളിച്ചു. അപ്പോൾ എനിക്ക് വീഡിയോ പോസ് ആക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. സോറി ഫോർ ദ ട്രബിൾ. നമുക്ക് ഈ പുൽക്കൂടല്ല, ഈ ബോക്സ് നമുക്ക് തൂക്കാം. സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ. ലവ്ലി ബോക്സ് ലവ്ലി ബോക്സ് ലവ്ലി ബോക്സ് ആണ് ഞാൻ പെയിന്റ് ചെയ്താട്ടോ. നമുക്ക് ഈ ശില്പങ്ങളെല്ലാം ഡിവൈഡ് ചെയ്യാം. ഈ പുളിക്കരിന് ആരെന്നറിയത്തില്ല, ഗോവിന്ദനെ പോലെ ഇരിപ്പുണ്ട്, കാരണം കഷണ്ടി തലയാണ്. എനിക്കറിയില്ല ഇത് ആരാണ്. ഇത് ഞങ്ങൾ നേരത്തെ ആദ്യം മേടിച്ച ശില്പമാണ് കേട്ടോ. ഈ ഫോണിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒക്കെയാണ്, പക്ഷെ ഇത് കണ്ടോ, എന്ത് കുറേ നേരം സംസാരിക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം ലോഡാവുമെന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാനും പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ദാ ഇത് രാജാവിലെ ഒരാളാണെന്ന് തോന്നുന്നു. ഇത് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം മേടിച്ചാണ്. കഴിഞ്ഞ വർഷം ഇതെൻ്റെ മുമ്പത്തെ വർഷം പിന്നത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ടാണ് ഈ മങ്ങിപ്പോയത്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ മഞ്ഞ ഇത് മേടിച്ചത്. അതിൻ്റെ മോന്തി ഒന്നും ക്ലിയറേ അല്ല. നാക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പിന്നെ ഇതാ ഇവിടെ ചെറിയ ആട്ടുംകുട്ടിയുണ്ട്, കിക്കി. ഓക്കെ, പിന്നെ ഇത് മാതാവാണ്. മാതാവ് ഇത് എൽസെറ്റാണ് അല്ല, ഇത് മാതാവ്. അയ്യോ എൻ്റെ കാല്. പിന്നെ ഗൈസ് ഇവിടെ കുറേ ഉണ്ട്. ഇത് ചകിരിയും എല്ലാ സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഗൈസ് ഇവിടെ കുറേ ആട്ടുംകുട്ടികളുണ്ട്. ആട്ടുംകുട്ടികൾ ഇതാ എത്ര ആട്ടുംകുട്ടിയുണ്ട്. മാതാവ് കുറച്ച് ഇങ്ങോട്ടൊക്കെ ഇരിക്കട്ടെ. 1 2 3 ആട്ടുംകുട്ടി. ഒരെണ്ണം കൂടെ മിസ്സിങ് ആണല്ലോ. 4 ആട്ടുംകുട്ടികളാണ് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത്. നമുക്കിതേ രാജാക്കന്മാർ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് ഇതിനെല്ലാം വിശ്വസിപ്പെടുത്താൻ പറ്റത്തില്ല. ഓക്കെ,
കണ്ടോ കുറേ ഇതെല്ലാം ന്യൂ ആണ്. കാരണം മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, മറ്റേതെല്ലാം പഴകി കുഴുകിപ്പോയി. അപ്പോൾ ഇത് ഞാൻ എടുത്തു. ഇത് വെച്ച് ഞാനൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് മാതാ ഫ്രണ്ട് ഇരിക്കട്ടെ. ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോർണർ പേപ്പറെല്ലാം കാണിക്കുന്നത്. ഇതാണെന്ന് തോന്നുന്നു ഔസേപ്പിതാവ്. നോക്കട്ടെ. ഇത് തന്നെ ഔസേപ്പിതാവ്. കണ്ടടാ ഔസേപ്പിതാവ്. എൻ്റെ കാല് മണ്ണായതുകൊണ്ട് കാല് വേണം. ഓക്കെ, ഔസേപ്പിതാവിനെ കാണുന്നില്ല, എന്നെ ആളുണ്ട്. ബാക്കിയെല്ലാം അങ്ങോട്ട് പോട്ടെ. ഇത് ഔസേപ്പിതാവ്, ഇത് മാതാവ്, ആൻഡ് ദിസ് വൺ ഈസ് ഉണ്ണീഷോ. ഞാൻ ഇപ്പം എടുക്കുന്നില്ല, ഞാൻ പിന്നെ എടുത്തോളാം, കാരണം എനിക്കത് അറിയത്തില്ല. ഫോട്ടോ എടുക്കാം. അപ്പോൾ അങ്ങനെ കുറേ സാധനം ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു എനിക്ക്. ഇത്രയേ ഉള്ളൂ, പുതിയതായിട്ട് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം പഴയത്. എന്താണിത്? ഇത് കണ്ടോ, സ്പോഞ്ച് പോലെ ഇരിക്കുന്നു. നമ്മൾ ആദ്യം ഈ സാധനം ഇങ്ങോട്ടേക്ക് ചെയ്യുന്നു. ഇതിനകത്ത് മഞ്ഞും കോപ്പും എല്ലാം സ്പോഞ്ചൊക്കെ വെച്ച് സെറ്റാകുന്നേ. അപ്പോൾ ഗൈസ്, ഫോണിൻ്റെ ചാർജ് തീരാറായി. ഞാൻ ഈ ഫോട്ടോ എന്തായാലും ഉറപ്പായിട്ടിടും കേട്ടോ. ഇത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാം. ബാക്കി ഞാൻ ഫോട്ടോ ആയിട്ടിടാം. സോറി ആൻഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും സഹകരിച്ചതിനും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ബൈ.